ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ വേദയും വിക്രമും സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ വേദയോട് വിക്രം പറയാണ്, നമ്മൾ കൂടുതൽ അടുത്തത് എനിക്ക് പേടിയാവണം. ഇനി പിരിയാൻ വേണ്ടിയിട്ടാണോ വേദ നമ്മൾ കൂടുതൽ അടുത്തതെന്നൊക്കെ വിക്രം വേദയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, അങ്ങനെയൊന്നും പറയരുത്. ഒരു വിധിക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല. നമ്മൾ ഒരിക്കലും പിരിയില്ല. നമ്മൾ ഒന്നിച്ച് തന്നെ ജീവിക്കുമെന്ന് വേദ വിക്രത്തിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. ആ സമയത്ത് പുറത്ത് ഗീവർഗീസ് വന്നിട്ട് വേദേനെയും വിക്രത്തിനെയും വിളിക്കുകയാണ്. അപ്പോൾ അവർ ചെല്ലുമ്പോൾ പറയും, അനിയൻകുട്ടനെയും കൊണ്ട് പള്ളിമേടയിലേക്ക് വരാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ ജോലിയുടെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനൊരു ലെറ്റർ എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തേയിലത്തോട്ടിലെ മാനേജർക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറയാണ്. അങ്ങനെ വേദയും വിക്രവും കൂടി അച്ഛനെ കാണുകയും അച്ഛൻ പറയും, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ പുറകിൽ ഒരു ആപത്തുണ്ട്, എന്തായാലും എപ്പോഴും ഒരു കണ്ണ് വേണമെന്നൊക്കെ വേദയോടും വിക്രത്തിനോടും പറയുകയാണ് കേട്ടോ. അങ്ങനെ അനിയൻകുട്ടത്തിനെ പള്ളിമേടയിലേക്ക് കൊണ്ടുപോയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുക്കുകയാണ് അച്ഛൻ വേദയ്ക്ക്. അങ്ങനെ ആ ലെറ്ററായിട്ട് വേദ ഇങ്ങനെ തേയിലത്തോട്ടത്തിലെ മാനേജറെ കാണാനായിട്ട് പോവാണ്. നമ്മുടെ മേരിച്ചിനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേദയും മേരിച്ചും കൂടി തേയിലത്തോട്ടത്തിൽ കൂടെ നടന്നിങ്ങനെ ചെല്ലുമ്പോൾ മാനേജർ അങ്ങ് അകലെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അയാൾ നോക്കുമ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ് സാരി ഉടുത്ത് വരുന്നത് കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ വേഗം തന്നെ നമ്മുടെ മാനേജറുടെ അടുത്ത് ചെല്ലുകയാണ്. അയാൾക്ക് അച്ഛൻ പറഞ്ഞയച്ചതാണെന്നും പറഞ്ഞാൽ ലെറ്ററൊക്കെ കൊടുക്കുമ്പോൾ വേദന അടിമുടിയൊക്കെ നോക്കുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ ആ നോട്ടം അത്ര ശരിയായിട്ടില്ല. ഇനി നമ്മുടെ വേദയെ തേടി പുതിയ അപകടം ഇരിക്കണേ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.